ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശരവണ ഭവനിലെ പഞ്ഞി പോലെ സോഫ്റ്റായതും നല്ല ടേസ്റ്റുള്ളതായ ആ ഇഡ്ഡലിയില്ലേ, അതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത്. സാധാരണയായി ഇഡ്ഡലിക്കൊക്കെ മാവ് തയ്യാറാക്കുന്നത് പോലെ തന്നെ വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടാണ് നമ്മളിവിടെ മാവ് തയ്യാറാക്കിയെടുക്കുന്നത്. പക്ഷേ മാവ് നന്നായിട്ട് പതിഞ്ഞ് പൊന്താനും അതുപോലെ തന്നെ നമ്മുടെ ഇഡ്ഡലി പഞ്ഞി പോലെ സോഫ്റ്റ് ആവാനും വേണ്ടിയുള്ള കുറച്ച് കുഞ്ഞു ടിപ്സ് കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ട് കാണണേ. ശരവണ ഭവനിലേതുപോലെ സ്പോഞ്ചിയും ടേസ്റ്റിയുമായ ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഏത് കപ്പിനാണോ അരി എടുക്കുന്നത് ആ കപ്പിന് തന്നെയാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും അളന്നെടുക്കുന്നത്. നമ്മളെടുത്ത പച്ചരി 2-3 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. അരിയും ഉഴുന്നുമൊക്കെ കുറഞ്ഞത് 5 മണിക്കൂറെങ്കിലും നന്നായിട്ട് കുതിർത്തെടുത്താൽ മാത്രമേ നല്ല സോഫ്റ്റും സ്പോഞ്ചിയുമായിട്ടുള്ള ഇഡ്ഡലി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ. അതാണ് നമ്മുടെ ഫസ്റ്റ് ടിപ്പ്. 1 കപ്പ് പച്ചരിക്ക് 1/4 കപ്പ് ഉഴുന്നാണ് നമ്മളിവിടെ എടുക്കുന്നത്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഉലുവ കൂടി നമുക്കിതിലേക്ക് വേണം. ഉലുവയും ഉഴുന്നും കൂടി നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതും കൂടി നമുക്ക് സോക്ക് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ശരവണ ഭവനിലെ പോലെ സോഫ്റ്റും സ്പോഞ്ചിയുമായ ഇഡ്ഡലി ഉണ്ടാക്കാനുള്ള നമ്മുടെ രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് പറയാം. അരിയും ഉഴുന്നും ഒക്കെ ഏകദേശം 5 മണിക്കൂറാണ് നമ്മൾ കുതിർത്തെടുക്കുന്നത്. ഇതിൽ ഉഴുന്ന് മാത്രം അരയ്ക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് നമുക്ക് ഫ്രിഡ്ജിലേക്ക് ഒന്ന് കയറ്റി വയ്ക്കാം. ശ്രദ്ധിക്കണം, 4 മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം മാത്രമേ നമ്മുടെ ഉഴുന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഉഴുന്ന് പാകത്തിന് കുതിർന്ന് കിട്ടില്ല. 5 മണിക്കൂറോളം സോക്ക് ചെയ്യാൻ വെച്ച നമ്മുടെ അരി കണ്ടോ, നല്ല പാകത്തിന് തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ച ഉഴുന്ന് എന്തായെന്ന് നോക്കാം. ദാ നമ്മുടെ ഉഴുന്ന് കണ്ടോ, അരയ്ക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് ഞാനിത് ഫ്രിഡ്ജിലേക്ക് വെച്ചതായിരുന്നു. അതുകൊണ്ട് നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നന്നായിട്ട് കുതിർന്നും കിട്ടിയിട്ടുണ്ട്. ഇഡ്ഡലിക്ക് മാവ് അരയ്ക്കുമ്പോൾ മിക്സി ജാറ് ചൂടായി ഉഴുന്ന് പെട്ടെന്ന് തന്നെ വെന്ത് പോകും. അങ്ങനെ ഉഴുന്ന് വെന്ത് പോകുന്നത് കൊണ്ടാണ് നമ്മുടെ ഇഡ്ഡലി സോഫ്റ്റും സ്പോഞ്ചിയും ആകാതിരിക്കുന്നത്. അങ്ങനെ ഉഴുന്ന് വെന്ത് പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ് അരയ്ക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് ഉഴുന്ന് ഫ്രിഡ്ജിലേക്ക് കയറ്റി വയ്ക്കുന്നത്. ഇനിയിപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കുറച്ച് ഐസ് ക്യൂബ്സോ അല്ലെങ്കിൽ തണുത്ത വെള്ളമോ ഒഴിച്ച് ഉഴുന്ന് അരച്ചെടുത്താലും മതി. ആദ്യം നമ്മളിവിടെ കുതിർത്തെടുത്ത ഉഴുന്നും ഉലുവയും കൂടിയാണ് അരച്ചെടുക്കുന്നത്. ഉഴുന്നും ഉലുവയും കൂടി കുതിർത്തെടുത്ത വെള്ളത്തോടു കൂടിയാണ് ഞാനിത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. കാരണം ഉഴുന്നിൻ്റെയും ഉലുവയുടെയും ഗുണങ്ങളെല്ലാം നമ്മുടെ ഈ വെള്ളത്തിൽ അടങ്ങിയിട്ടുണ്ട്. അരിയും ഉഴുന്നും അളന്നെടുത്ത അതേ കപ്പിന് തന്നെ 1/4 കപ്പ് ചോറ് കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. രാവിലെ ഉണ്ടാക്കിയ നല്ല ഫ്രഷ് ചോറ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ. തലേ ദിവസത്തെ ചോറൊക്കെ എടുത്ത് ഇഡ്ഡലിക്ക് അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഡ്ഡലി മാവ് ഒത്തിരി പുളിച്ചു പോകും. ഇനി ഇത് അരയ്ക്കാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് തണുത്ത വെള്ളമാണ് കേട്ടോ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അതുപോലെ തന്നെ 1 ഐസ് ക്യൂബും ഇട്ട് അരയ്ക്കുന്നുണ്ട്. പിന്നെ വെള്ളത്തിൻ്റെ അളവ് കൂടി പോകാതെ ശ്രദ്ധിക്കണേ. ഇഡ്ഡലിക്ക് ഉഴുന്നരയ്ക്കുമ്പോൾ നല്ല വെണ്ണ പോലെ സോഫ്റ്റായിട്ട് വേണം അരച്ചെടുക്കാൻ. അതുകൊണ്ട് വെള്ളത്തിൻ്റെ അളവ് ഒട്ടും തന്നെ കൂടാൻ പാടില്ല. തണുത്ത വെള്ളവും ഐസ് ക്യൂബ്സും ഒക്കെ ഇട്ട് നമ്മുടെ ഉഴുന്ന് ദാ ഈ കാണുന്ന കൺസിസ്റ്റൻസിയിൽ വേണം അരച്ചെടുക്കാൻ. ഗ്രൈൻഡറിലൊക്കെ വെച്ച് ഉഴുന്നരച്ചെടുക്കുന്നത് പോലെ നല്ല പതപ്പിച്ച് തന്നെ വേണം ഉഴുന്നരച്ചെടുക്കാൻ. അതിനു വേണ്ടി വെള്ളം കുറച്ച് വീതം ഒഴിച്ചു കൊടുത്ത് അരച്ചെടുത്താൽ മതി. ചോറും ഉഴുന്നും ചേർത്ത് അരച്ചത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കാം. ഉഴുന്നരച്ചെടുത്ത അതേ ജാറിലേക്ക് നമ്മുടെ കുതിർത്ത് വെച്ച അരിയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. പിന്നെ ഉഴുന്നരച്ചെടുത്തതുപോലെ അത്ര നൈസായിട്ടൊന്നും അരി അരയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതാ ഈ കാണുന്നത് പോലെ ഒരു തരിതരിപ്പായിട്ട് അരി അരച്ചെടുത്താൽ മതി. എങ്കിൽ മാത്രമേ നമ്മുടെ ഇഡ്ഡലി നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അരച്ചെടുത്ത അരിമാവ് കൂടി നമുക്ക് ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇഡ്ഡലിക്ക് മാവ് അരച്ച് വെക്കുമ്പോൾ ഒട്ടും വെള്ളം കൂടി പോകാതെ ശ്രദ്ധിക്കണം. ഇതാ ഇതുപോലെ നല്ല തിക്കായിട്ട് തന്നെ ഇരിക്കണം നമ്മുടെ ബാറ്റർ. അതായത് നമ്മൾ ഇഡ്ഡലി തട്ടിലേക്ക് മാവ് കോരി ഒഴിക്കുമ്പോൾ വളവളാന്ന് ഒഴുകി പോകാതെ അത് ഒഴിച്ചെടുത്ത് തന്നെ ഇരിക്കണം. അങ്ങനെ ഇരുന്നാൽ മാത്രമേ നല്ല സോഫ്റ്റ് സ്പോഞ്ച് ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അരച്ചെടുത്ത മാവ് കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലെ നല്ല ബാക്ടീരിയകളൊക്കെ മാവിലേക്ക് ഇറങ്ങി നമ്മുടെ മാവ് നന്നായിട്ട് പാകത്തിന് പുളിച്ച് പൊന്തി വരും. ഏകദേശം 5 മിനിറ്റോളം കൈകൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് പുളിപ്പിക്കാനായിട്ട് മാറ്റി വയ്ക്കാം. കുറഞ്ഞത് 8 മണിക്കൂർ അല്ലെങ്കിൽ ഓവർനൈറ്റ് നമ്മുടെ മാവ് പുളിപ്പിക്കാനായിട്ട് മാറ്റി വയ്ക്കണം. പിന്നെ മഴയും തണുപ്പും ഒക്കെ കൂടുതലുള്ള സ്ഥലമാണെങ്കിൽ നമ്മുടെ മാവ് പുളിച്ച് കിട്ടുന്നതിന് വേണ്ടി ചൂടുവെള്ളം നിറച്ച് പാത്രത്തിനകത്ത് മാവിൻ്റെ പാത്രം ഇറക്കി വയ്ക്കാം. അല്ലെങ്കിൽ കുക്കറിനകത്തേക്ക് പാത്രം ഇറക്കി വെച്ച് അടച്ചാലും മതി. തലേ ദിവസം രാത്രി 8 മണിക്കാണ് ഞാനിവിടെ മാവ് പുളിപ്പിക്കാനായിട്ട് മാറ്റി വെച്ചത്.
പിറ്റേ ദിവസം രാവിലെ കണ്ടോ നമ്മുടെ മാവ് സോപ്പ് പത പോലെ പതഞ്ഞു പൊന്തി വന്നേക്കുന്നത്. വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല സോപ്പ് പത പോലെ പതഞ്ഞു പൊന്തുന്ന മാവ് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. പിന്നെ മാവ് അരച്ച് വെച്ച സമയത്ത് ഞാൻ അതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. ഉപ്പ് ചേർത്ത് മാവ് അരച്ച് വെച്ചാൽ മാവ് ഇതുപോലെ പതഞ്ഞു പൊന്തി വരില്ല. അതുകൊണ്ടാണ് ഉപ്പ് ചേർക്കാതിരുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഉപ്പ് ചേർത്തതിന് ശേഷം മാവ് സോഫ്റ്റായിട്ട് വേണം ഇളക്കി കൊടുക്കാൻ. കുത്തി ഇളക്കുകയൊന്നും ചെയ്യരുത്. ഉപ്പിട്ടതിന് ശേഷം വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് കൂടി അടച്ചു വെക്കാം. ഞാനിപ്പോൾ അങ്ങനെ വെക്കുന്നില്ല കേട്ടോ. കഴുകി തുടച്ച് ഉണക്കിയെടുത്ത ഇഡ്ഡലി തട്ടിലേക്ക് കുറച്ച് നല്ലെണ്ണ പുരട്ടി കൊടുക്കാം. ഇനി ഓരോ തവി മാവ് കോരി ഇഡ്ഡലി തട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇഡ്ഡലി തട്ടിൽ നനവുണ്ടെങ്കിൽ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതെല്ലാം പൊട്ടിപ്പോകും. അതുകൊണ്ട് തട്ടിലെ കുഴികളെല്ലാം നന്നായിട്ട് തുടച്ച് ഉണക്കിയിട്ട് വേണം മാവ് കോരി ഒഴിക്കാൻ. ഇഡ്ഡലി വേവിക്കാൻ ആവശ്യമായ വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം നമ്മൾ ആ മാവ് ഒഴിച്ച് വെച്ചേക്കുന്ന തട്ടുകൾ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇറക്കി വയ്ക്കാം. മാവ് ഒഴിച്ച തട്ടെല്ലാം ഇഡ്ഡലി പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് അടച്ചതിന് ശേഷം ഏകദേശം 3 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ തന്നെ സ്റ്റൗ കത്തിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഇഡ്ഡലി നല്ല സോഫ്റ്റും സ്പോഞ്ചിയുമായിട്ട് പൊന്തി വരികയുള്ളൂ. 3 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ വേവിച്ച ശേഷം നമുക്കത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി വെറും 2 മിനിറ്റ് കൂടി വേവിച്ചാൽ മതി. സ്റ്റാർട്ടിങ്ങിൽ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കണേ. ഇല്ലെങ്കിൽ നമ്മുടെ ഇഡ്ഡലി പൊങ്ങി വരില്ല, പതിഞ്ഞു പോകും. 5 മിനിറ്റ് വേവിച്ചതിന് ശേഷം നമുക്ക് ആ ഇഡ്ഡലി പാത്രവും തുറന്നു നോക്കാം. ഇതാ കണ്ടോ, നമ്മുടെ ഇഡ്ഡലി നല്ല ഷേപ്പിന് തന്നെ പൊന്തി വന്നിട്ടുണ്ട്. ഇഡ്ഡലി തട്ടുകൾ ഓരോന്നെടുത്ത് മാറ്റി തണുക്കാനായിട്ട് വെക്കാം. തട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഇഡ്ഡലി ഇതിൽ നിന്ന് എടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ഇഡ്ഡലിയുടെ അടിഭാഗം പൊട്ടിപ്പോകും. തട്ട് നന്നായിട്ട് തണുത്ത ശേഷം നമുക്ക് ഇഡ്ഡലി ഓരോന്നായിട്ട് തട്ടിൽ നിന്നും ഇതുപോലെ പെറുക്കിയെടുക്കാം. ഈ ടിപ്സ് ഫോളോ ചെയ്യുവാണെങ്കിൽ ശരവണ ഭവനിലേതുപോലെ സോഫ്റ്റും സ്പോഞ്ചിയും ടേസ്റ്റിയുമായ ഇഡ്ഡലി നമുക്ക് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാം. ഇഡ്ഡലി ഉണ്ടാക്കാൻ മാത്രമല്ല കേട്ടോ, നല്ല മൊരാന്ന് മൊരിഞ്ഞ് ദോശ ഉണ്ടാക്കിയെടുക്കാനും ഈ ഒരൊറ്റ മാവ് മാത്രം മതി. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്